നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് മടി മാറ്റാനുള്ള 5 വഴി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ പ്രശ്നമാണ് മടി. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നേടിയെടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. നമുക്ക് മടി മാറ്റാനുള്ള 5 ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നേടിയെടുക്കാൻ നമ്മുടെ മടി നമ്മളെ സമ്മതിക്കാറില്ല. നമുക്ക് ആ മടി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള 5 ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എത്ര വലിയ ഗോളാണെങ്കിലും അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനെ ചെയ്തെടുക്കുക. വലിയ കാര്യമാകുമ്പം ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണമെന്ന് വിചാരിച്ചാൽ ഇതിനി വലിയ ടെക്സ്റ്റ് ബുക്കല്ലേ, ഇതിനി വായിച്ച് തീരാൻ എത്ര സമയം എടുക്കും എന്നൊക്കെ ഉള്ള നമ്മുടെ ഉള്ളിലെ മനസ്സിൽ ചിന്ത വരുമ്പം നമുക്ക് അത് നീട്ടി വെക്കാനുള്ള ടെൻഡൻസി കൂടും. അതിന് പകരമായിട്ട് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു 3 പേജ് വെച്ചിട്ട് ഒരു ദിവസം വായിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെറുതായിട്ട് അതിനെ കട്ട് ചെയ്ത് വെക്കുമ്പം നമ്മൾ ആ രീതിയിൽ നമ്മളത് ചെയ്യുമ്പം നമുക്ക് അത് വായിക്കാനും അത് കുറേശ്ശെ ആകുമ്പോൾ നമുക്കത് ആ ഒരു വലിയ ടെസ്റ്റ് വായിച്ച് തീരുന്നത് എപ്പോഴാണെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അത് ടെസ്റ്റ് മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മൾ വലിയ കാര്യങ്ങളാകുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. നീട്ടി വെക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അതിനെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, സിമ്പിളല്ലേ എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് പറയുകയും അത് നമുക്ക് കുറേശ്ശെ ചെയ്തെടുക്കാൻ തോന്നും. അങ്ങനെ കുറേശ്ശെ നമുക്കത് ചെയ്ത് ഒരു വലിയ ഗോളാക്കി അത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങി അത് വലുതാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമതൊന്നാണ് 5 സെക്കൻഡ് റൂള്. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ തന്നെ റീൽസ്, അതുപോലെ ടി വി വെച്ച് നമ്മൾ എൻ്റർടൈൻമെൻറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് അവിടെ മാറ്റി വെച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഉടൻ തന്നെ നമ്മുടെ മനസ്സിനോട് പറയുക, നമുക്കത് ഇന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ആ ചെയ്യണമെന്ന് തോന്നുന്ന സെക്കൻഡിൽ ഒരു 5, 4, 3, 2, 1 എന്നുള്ള 5 സെക്കൻഡ് റൂൾ ഇങ്ങനെ നമ്മൾ മനസ്സിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി എണീച്ച് അത് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. പിന്നെ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ചെയ്ത് തീർത്തിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ തോന്നുള്ളൂ. നമുക്ക് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഒരു പെട്ടെന്ന് 5 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് നീട്ടി വയ്ക്കാതെ നമുക്കത് ചെയ്ത് തീർത്തിട്ട് വന്നിരുന്ന് അടുത്ത കാര്യം ചെയ്യാമെന്നുള്ളൊരു മനസ്സിൽ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം. അടുത്താണ് നമ്മളോട് തന്നെ പറയണം, എനിക്ക് മടിയാണ്. നമ്മളോട് മാത്രമല്ല, നമ്മൾ കാണുന്നവരടുത്തും അല്ലെങ്കിൽ നമ്മളോട് തന്നെ പറയാം, എനിക്ക് മടിയാണെന്ന്. ഇങ്ങനെ ദിവസം ഉരുവിട്ട് കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കിയിട്ട് ഐ ആം പ്രൊഡക്റ്റീവ്, എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ പെട്ടെന്ന് അത് ചെയ്ത് തീർക്കും എന്ന് നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മടിയാണെന്ന് പറയുമ്പോൾ നമ്മളെ ബ്രെയിനോ അതിനുള്ള കാര്യങ്ങളെ ചെയ്തു തരുള്ളൂ. നമ്മളോട് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് മടി പിടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളത് കാര്യങ്ങൾ നീട്ടി വയ്ക്കും, പിന്നെ ചെയ്യാം, പിന്നെ ഓരോ എക്സ്ക്യൂസുകൾ കണ്ടെത്തി അത് നീട്ടി വയ്ക്കും. അതിന് പരമായിട്ട് നമ്മൾ പറയണം, ഐ ആം പ്രൊഡക്റ്റീവ്, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് പെട്ടെന്ന് ചെയ്തു തീർക്കും എന്ന് നമ്മളോട് തന്നെ പറയുക. പിന്നെ ഒന്നാണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പെർഫെക്റ്റ് ടൈം നോക്കി ഇരിക്കുന്നത്. നമുക്ക് പെർഫെക്റ്റായിട്ട് ഒരു ടൈമൊന്നുമില്ല. നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഈ സെക്കൻഡിൽ അങ്ങ് ചെയ്യുക. ഒരു ചെറുതായിട്ട് 2 സ്റ്റെപ്പെങ്കിലും വയ്ക്കുക. അത് 2 സ്റ്റെപ്പ് വയ്ക്കുമ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരികയും അത് അടുത്ത ദിവസം അതിൻ്റെ ബാക്കി ചെയ്യണമെന്നുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യും. ഇങ്ങനെ ഒരു 4-5 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു 2 സ്റ്റെപ്പായി വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ചെയ്യണമെന്ന് കൂടുതൽ ചെയ്യണമെന്ന് തോന്നും. നമുക്കിപ്പം ജിമ്മിൽ പോയൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കണം, ഒന്ന് നടക്കാൻ പോകണമെന്നൊക്കെ തോന്നിയാൽ നമുക്ക് ആദ്യം ഒരു മണിക്കൂറൊക്കെ നടക്കണമല്ലോ, 1 മണിക്കൂറൊക്കെ ജിമ്മിൽ പോകണമല്ലോ എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അതിന് പകരമായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. നടക്കണമെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ആദ്യം നടക്കുക, പിന്നെ അടുത്ത ദിവസം ഒരു 10 മിനിറ്റ് ആക്കുക. ഇങ്ങനെ നടത്തത്തിൻ്റെ ദൈർഘ്യം ഓരോ ദിവസം കഴിയുന്തോറും കൂട്ടി കൊണ്ടുവരിക. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും മടിയെന്ന് പറയുന്നത് നമ്മളത് പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യമായിരിക്കും. നമ്മൾ ഒരു ബിസിനസ്സിലായിരുന്നാലും നമ്മൾ ഏത് കാര്യത്തിലായാലും അത് തുടങ്ങാൻ നമുക്കുള്ള ഒരു മടി എന്ന് പറയുന്നത് അത് പരാജയപ്പെട്ടു പോകുക എന്നുള്ള രീതിയിലാണ്.
പരാജയമാണ് നമ്മുടെ വിജയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. നമ്മളതങ്ങ് ചെയ്യുക. പരാജയപ്പെടണമെങ്കിൽ പെടട്ടെ എന്നുള്ള രീതിയിൽ ആ കാര്യം ഒന്ന് ചെയ്യുക. അതിൽ ചെയ്തിട്ട് ഇത്രയെങ്കിലും നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കുക. കാര്യങ്ങൾ ചെയ്തതിന് നമ്മൾ നമ്മളോട് തന്നെ അഭിനന്ദിക്കുക. ഇങ്ങനെ കുറേശ്ശെ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ മടിയൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.